ധ്രുവ നക്ഷത്രം മെയ് മാസം റിലീസ് ചെയ്യും. ഏത് മെയ് എന്നാണല്ലേ ചോദ്യം? ഈ വർഷം ഈ മാസം. ഒരു ദശാബ്ദത്തിനിടെ പലതവണ റിലീസ് മാറ്റിവെച്ച വിക്രം ഗൗതം മേനോൻ ചിത്രം ഇതാ ഒടുവിൽ വെളിച്ചം കാണുകയാണ്. സംവിധായകൻ ഗൗതം മേനോന്റെ നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. സിനിമ പ്ലാൻ ചെയ്ത സമയം തൊട്ട് തുടങ്ങിയതാണ് ഗൗതം മേനോനെ പിന്തുടരുന്ന കഷ്ടകാലം. കാക്കാ കാക്ക, വാരണമായിരം തുടങ്ങിയ ഹിറ്റുകൾക്ക് പിന്നാലെ സൂര്യയുമായി മറ്റൊരു സിനിമയുടെ ആലോചനയിലായിരുന്നു അദ്ദേഹം. ആ ആലോചനയാണ് ധ്രുവ നക്ഷത്രത്തിൽ എത്തി നിന്നത്. സ്പൈ ത്രില്ലർ ചിത്രം ഒരു ഫ്രാഞ്ചൈസി ആക്കി മാറ്റുകയായിരുന്നു സംവിധായകന്റെ ലക്ഷ്യം. അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന സിനിമയിൽ AR റഹ്മാനായിരുന്നു സംഗീതം. എന്നാൽ ഏറെ കാലമായി സ്ക്രിപ്റ്റിൽ പല മാറ്റങ്ങൾ ഗൗതം മേനോൻ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞ സൂര്യ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി. പിന്നീട് ജയം രവിയിൽ തുടങ്ങി രജനീകാന്തിൽ വരെയെത്തിയ സ്ക്രിപ്റ്റ് ഒടുവിൽ വിക്രത്തിൽ എത്തിച്ചേർന്നു. 2017 സിനിമ പ്രൊഡക്ഷൻ ആരംഭിച്ചു. 7 രാജ്യങ്ങളിലുള്ള ഗ്രാൻഡ് ഷൂട്ടിംഗ്. പിന്നാലെ പ്രശ്നങ്ങൾ തേടിയെത്തി. കോവിഡ് പ്രധാന വെല്ലുവിളിയായി. ഷൂട്ടിനെ ബാധിച്ചു. ഷെഡ്യൂളുകൾ വൈകുന്നതും സാമ്പത്തിക പ്രശ്നങ്ങളും സിനിമയെ വിടാതെ പിന്തുടർന്നു. ഒടുവിൽ 2023 ധൃതിപ്പെട്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയപ്പോഴേക്കും പ്രശ്നങ്ങളുടെ ഒരു വലിയ വലയിലായിരുന്നു സംവിധായകനും നിർമ്മാതാവുമായ ഗൗതം മേനോൻ. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത് നിർമ്മിച്ച എന്നെ നോക്കി പായും തോട്ടായുടെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ ഹൗസും K പുണ്യമൂർത്തി, K പ്രേംകുമാർ എന്നിവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ കരാറിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തതോടെ ധ്രുവ നക്ഷത്രത്തിന്റെ 50% ഓഹരി അവർക്ക് വാഗ്ദാനം ചെയ്തു. 2023 ചിത്രം റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് തടയാനും കുടിശ്ശിക തിരികെ ലഭിക്കാനുമായി കടക്കാരായ പുണ്യമൂർത്തി, K പ്രേംകുമാർ എന്നിവർ കോടതിയെ സമീപിച്ചു. ഇപ്പോഴിതാ മദ്രാസ് ഹൈക്കോടതി ചിത്രം റിലീസ് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. എസ്ക്രോ മെക്കാനിസത്തിലൂടെ ചിത്രത്തിന്റെ റവന്യൂ വിതരണം ചെയ്യുകയാണെങ്കിൽ ചിത്രം റിലീസ് ചെയ്യുന്നതിൽ തങ്ങൾക്ക് തടസ്സമില്ലെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചതോടെയാണ് കോടതി ഉത്തരവ്. GVM പാർട്ണറായ കൊണ്ടാടുവം എന്റർടൈൻമെന്റിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ കോടതി വിധിച്ചു. റിലീസിന് മുൻപും ശേഷവുമുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഈ അക്കൗണ്ടിലൂടെ ആകണം നടത്തേണ്ടത്. വിധിക്ക് പിന്നാലെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി ഗൗതം മേനോൻ എത്തിയിരുന്നു. എൻ്റെ കരിയർ നശിപ്പിക്കാനും 100-ലധികം പേരുടെ അധ്വാനമായ എൻ്റെ സിനിമ പുറത്തിറങ്ങുന്നത് തടയാനും ചിലർ ശ്രമിച്ചു. എൻ്റെ അഭിഭാഷകനായ അബ്ദുൾ ഹമീദ് മുന്നിലൊരു വഴിയുണ്ടെന്ന് ആശ്വസിപ്പിക്കുകയും എന്നെ അതിലേക്ക് നയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സെന്തിൽകുമാർ രാമമൂർത്തി എനിക്കായി വഴി തെളിയിക്കുകയും ഒടുവിൽ അതിൻ്റെ അറ്റത്ത് വെളിച്ചം കാട്ടുകയും ചെയ്തു. ഇൻഡസ്ട്രിയിൽ റിലീസ് കാത്തിരിക്കുന്ന ഏതൊരു സിനിമയ്ക്കും ധ്രുവ നക്ഷത്രം റിലീസ് ചെയ്യാൻ നിർദ്ദേശിച്ചുള്ള സുപ്രധാന ഉത്തരവ് സഹായകരമാവും. ഇനി അങ്ങോട്ട് ഉയർച്ച മാത്രം എന്നായിരുന്നു ഗൗതം മേനോൻ പറഞ്ഞത്. ജൂൺ 15 അതിനു മുൻപുള്ള ഒരു തീയതിയോ ചിത്രം റിലീസ് ചെയ്യാമെന്നാണ് കോടതി വിധിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ മറ്റൊരു അഭിഭാഷകൻ ഗൗതം മേനോനോടൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതാണ് മെയ്യിൽ തന്നെ സിനിമ പുറത്തിറങ്ങുമെന്ന വാർത്തകൾക്ക് അടിസ്ഥാനം. അഭിനന്ദനം നേർന്നുള്ള പോസ്റ്റിൽ മെയ് 27 ചിത്രം പുറത്തിറക്കാൻ കോടതി അനുമതി നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ 13 വർഷത്തെ ഗൗതം മേനോന്റെ അധ്വാനം പുറത്തെത്തുമ്പോൾ അത് എത്ര കണ്ട് സ്വീകരിക്കപ്പെടുമെന്നതാണ് മറ്റൊരു ചോദ്യം. വിക്രം, വിനായകൻ, പാർത്ഥിവൻ തുടങ്ങിയ ഗംഭീര സ്റ്റാർകാസ്റ്റുള്ള ചിത്രം ഇപ്പറഞ്ഞ തീയതിയിലെങ്കിലും പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ആ റിലീസ് ഒരു ഗംഭീര വിജയമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.